എൻ്റെ പേര് നിമ്മി. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഏറ്റുപാറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 ജൂലൈ 20-നാണ്. അന്ന് ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളിലൊന്ന്, ഞാൻ അന്ന് സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ OET എക്സാമിനായിരുന്നു നിയോഗം, ഒന്നാമത്തെ നിയോഗം. ഞാൻ ഉടമ്പടി എടുത്ത് 5 ദിവസം കഴിഞ്ഞായിരുന്നു എൻ്റെ എക്സാം. ആ എക്സാമിന് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ലൊരു സ്കോറായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ആ സ്കോറ്. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ഡേറ്റിന് വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. പിന്നീട് പെട്ടെന്ന് എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു. അപ്പം ഡ്യൂട്ടി ഒരാഴ്ച കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോകാൻ. സൗദിയിലാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പം അന്ന് തലേദിവസം എനിക്ക് ഒത്തിരി ബിസിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഡ്യൂട്ടി 11:30 ഫിനിഷ് ചെയ്യേണ്ട ഞാൻ ഡ്യൂട്ടി തീരുന്നത് 2:30-ക്കാണ്. അന്ന് രാവിലെ എനിക്ക് 6 മണിക്ക് എയർപോർട്ടിലേക്ക് പോകണം. അപ്പം അത് ഡ്യൂട്ടി ഒത്തിരി തിരക്കായിരുന്നതുകൊണ്ടും ഒത്തിരി ടെൻഷനായി. എനിക്ക് ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് എക്സാം ആയിരുന്നതുകൊണ്ടൊന്നും ഡ്യൂട്ടി ആയിരുന്നതുകൊണ്ടൊന്നും എനിക്ക് എക്സാമിന് വേണ്ടി പെട്ടെന്ന് നോക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ആദ്യം ഹസ്ബൻഡിനെ വിളിച്ച് കരഞ്ഞു, ഞാൻ ഇനി എക്സാമിന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇച്ചാൻ പറഞ്ഞു, എക്സാമിന് എനിവേ ഡേറ്റ് എടുത്തല്ലേ പോകും, നമുക്ക് എഴുതാം. അങ്ങനെ ഞാൻ എക്സാമിന് പോയി അവിടെ ചെന്ന സമയത്ത്, എല്ലാവരും പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ഷീണം കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു. ഞാൻ വലിയ കാര്യമായിട്ട് നോക്കിയൊന്നുമില്ല. പിന്നെ എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര തലവേദന. അപ്പം ഞാൻ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു, രണ്ടാമത് റൈറ്റിംഗ് ആയിരുന്നു. അപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും എഴുതാൻ തുടങ്ങി, പക്ഷേ എനിക്ക് മാത്രം എഴുതാൻ വേണ്ടി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മെഡൽ, അവിടെ സൗദികളുടെ അബായയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കഴുത്തിന് ഞാനിങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു, മാതാവ് എല്ലാവരും എഴുതാൻ തുടങ്ങി, എനിക്ക് മാത്രം ഒന്നും എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് തീർന്നതിന് ഒരു 10 സെക്കൻഡ് എടുത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് ആ എഴുതേണ്ടത് മുഴുവൻ ഇങ്ങനെ വന്നു. ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് പിന്നെ ലാസ്റ്റത്തെ സെൻറ്റൻസ് എഴുതിയിട്ടാണ് ഞാൻ പെൻ മാറ്റിയത്. അപ്പം 40 മിനിറ്റും കൊണ്ട് തീരേണ്ടത് ഞാൻ ഏകദേശം ഒരു 25 മിനിറ്റും കൊണ്ട് തീർന്നു. ബാക്കി സമയം എനിക്ക് റീഡ് ചെയ്ത് നോക്കി. പിന്നെ ഞാനതെല്ലാം കഴിഞ്ഞ് എക്സാമിന് ആദ്യത്തേലും എക്സാം എനിക്ക് ടഫായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാതാവ് അയർലൻഡ് സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അയർലൻഡിലേക്കുള്ള പ്രോസസ്സ് ചെയ്തു. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു. പക്ഷേ ഞാൻ സൗദിയിൽ റിസൈൻ കൊടുത്തിട്ട് കോവിഡ് കാലമായിരുന്നതുകൊണ്ടും അവരെൻ്റെ റിസൈൻ അക്സെപ്റ്റ് ചെയ്തില്ല. 2 തവണ എനിക്ക് അവർ റെസിഗ്നേഷൻ റിജക്റ്റ് ചെയ്തു. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എനിക്കവിടെ ജോയിൻ ചെയ്യുകയും വേണം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് 9 ദിവസം മാതാവിനോട് കണ്ടിന്യൂസ് ആയിട്ട് കുർബാനയ്ക്ക് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്ന് എമർജൻസി റെസിഗ്നേഷൻ കിട്ടി. 1 മാസത്തിനുള്ളിൽ എനിക്ക് 2020 ഡിസംബറിൽ തന്നെ അയർലൻഡിൽ എത്താൻ പറ്റി. അവിടുത്തെ എക്സാം ആണെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ പിന്നെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. അതിനുശേഷം പിന്നെ എൻ്റെ ഉടമ്പടിയിലെ 2ാമത്തെ നിയോഗമായിരുന്നു എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒരു വീടെന്നുള്ളത്. 7 വർഷമായിട്ട് റെൻറ്റഡ് ഹൗസിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമ്മ മാതാവ് നല്ലൊരു വീട് നൽകി അനുഗ്രഹിച്ചു. അമ്മയോട് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒരു വീടിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അയർലൻഡിൽ നല്ലൊരു വീട് തന്ന് അനുഗ്രഹിച്ചു. അതുകൂടാതെ നാട്ടിലും എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും വീട് കിട്ടി. ഈ കഴിഞ്ഞ 29-ാം തീയതി ആയിരുന്നു ഹൗസ് വാമിങ്. എല്ലാം മംഗളമായിട്ട് നടന്നു. അതുപോലെ ഉടമ്പടിയിലെ വേറൊരു നിയോഗമായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ മാരേജ്. അതും 31-ാം തീയതി ഓഗസ്റ്റ് 31-ന് നന്നായി നടന്നു. അതുകൂടാതെ വേറൊരു നിയോഗമായിരുന്നു, എൻ്റെ പപ്പ 10-30 വർഷമായിട്ട് പുകവലിക്കുമായിരുന്നു. ഒത്തിരി തവണ എല്ലാവരും പറയും നിർത്താനൊക്കെ ശ്രമിക്കും, കുറച്ച് നാൾ നിർത്തും, പക്ഷേ വീണ്ടും തുടങ്ങും. പിന്നീട് ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പം അതിലൊരു നിയോഗമായിട്ട് വെച്ചു. പക്ഷേ ഞാനിത് വീട്ടിലാരോടും പറഞ്ഞില്ല ഇങ്ങനെ ഒരു നിയോഗം വെച്ചെന്നുള്ള കാര്യം. പിന്നീട് ഞാൻ അയർലൻഡിലായിരിക്കുമ്പോൾ മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നാന്നറിയത്തില്ല, പപ്പ പെട്ടെന്ന് പുകവലി നിർത്തി. ഇപ്പോൾ ഇത്രയും നാളായിട്ട് പപ്പ പിന്നീട് ഒരിക്കൽ പോലും പുക വലിച്ചിട്ടില്ല. 10-30 വർഷമായിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. നിർത്തുമെന്ന് ഞങ്ങൾ ആരും ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ അമ്മ മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു. അതുകൂടാതെ പിന്നീട് ഒരു സാക്ഷി, ഞങ്ങൾ ഇപ്രാവശ്യം അയർലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് 2 പിള്ളേരാണുള്ളത്. ഹസ്ബൻഡും ഒരാൾക്ക് 6 വയസ്സും ഒരാൾക്ക് 2 വയസ്സും. അപ്പം ഞങ്ങൾ 10-16 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഖത്തർ എയർപോർട്ടിലെത്തുന്നത്. അപ്പം ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കറിയാം ഖത്തർ എയർപോർട്ട് ഒത്തിരി വലിയ എയർപോർട്ടാണ്. അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റിന് 2 അവറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഇളയ കൊച്ചിരി കരച്ചിലും കാര്യങ്ങളും ആയിരുന്നതുകൊണ്ട് ഞാൻ ഫോണും
പിന്നെ പാസ്പോർട്ട് എല്ലാം ഹസ്ബൻഡിൻ്റെ കയ്യിലായിരുന്നു, എല്ലാം ഹസ്ബൻഡിൻ്റെ കൈ കൊടുത്തു. എന്നിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ താഴേക്ക് അടുത്ത ഗേറ്റിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ ഗേറ്റ് ഒരു 3ലാണ് നിൽക്കുന്നത്, പോകേണ്ട ഗേറ്റ് 303. അപ്പം അത്രയും ഗേറ്റ് പോകേണ്ടതുകൊണ്ട് എങ്ങനെ പോകണമെന്നൊന്നും അറിയത്തില്ല. ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ വലിയ ടെൻഷൻ അടിച്ചൊന്നുമില്ല. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മൂത്ത കൊച്ച് എസ്കലേറ്ററിൽ കൂടെ ഇറങ്ങാൻ, അവൾ സാധാരണ ഇറങ്ങുന്നതാണ്, പെട്ടെന്ന് അവൾക്ക് പേടിയാന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു, 2 പറഞ്ഞു. പിന്നെ ക്യൂ ഇങ്ങനെ വരുന്നത് കാരണം ഞാൻ അവളെയും കൊണ്ട് ബാക്കിലേക്ക് മാറി നിന്നു. ആ സമയത്ത് ചെറിയ കൊച്ചിനും കൊണ്ട് ഹസ്ബൻഡ് ഇറങ്ങിപ്പോയി. താഴേന്ന് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടില്ല എന്ന് കണ്ട് ഹസ്ബൻഡ് തിരിച്ച് നോക്കിയപ്പോൾ ഞങ്ങളെ കണ്ടില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ലിഫ്റ്റ് ചോദിച്ച് മുന്നോട്ട് നടന്ന് ഞാൻ ലിഫ്റ്റിൽ കൂടെ താഴെ ഇറങ്ങി. അപ്പം ഞങ്ങൾ എസ്കലേറ്ററിൽ കൂടെ ഇറങ്ങാത്തത് കൊണ്ട് ഹസ്ബൻഡ് തൊട്ടടുത്തുള്ള ലിഫ്റ്റിലേക്ക് ബാക്കിലേക്ക് നടന്നുപോയി. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മിസ്സായി. എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല, ഫോണില്ല, ആകെ എൻ്റെ കയ്യിൽ ലഗേജ്, ഒരു ബാഗും ഉണ്ട്, കൊച്ചുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇവിടുന്ന് ഏത് ഗേറ്റിലേക്കാണ് പോകേണ്ടതെന്നും എല്ലാം ഞാൻ മറന്നു. ഒരാളോട് ചോദിക്കാനാണെങ്കിൽ തന്നെ എനിക്ക് ഫ്ലൈറ്റ് നമ്പർ അറിയത്തില്ല. ആകെ എനിക്കറിയാവുന്നത് 7:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഓൾറെഡി 5:30 ആയി, 2 hours ഉള്ളൂ. എങ്ങനെ ട്രാൻസിറ്റിലേക്ക് പോകണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ ഒരു ഓഫീസർ പറഞ്ഞു, നീ ആദ്യം ടെൻഷൻ അടിക്കാതെ ഈ ഇതിലൊന്ന് നോക്കി. അപ്പം ഞാൻ ബോഡി നോക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കാണുന്നില്ല. എനിക്കാകെ കഴച്ചിൽ വന്നിട്ട് ഞാൻ കരയുവാണ് ശരിക്കും. പക്ഷെ മൂത്താൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നോക്കിക്ക, നീ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്കൊന്നും കാണുന്നില്ല, ബ്ലാങ്കാണ്. അപ്പം എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കൊരു വാക്ക് പോലും പുറത്തോട്ട് വരുന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ തന്നെ മാതാവിൻ്റെ ലോക്കറ്റിൽ മുറുക്കെ പിടിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാനിങ്ങനെ അമ്മയെന്ന് മാത്രമേ പറഞ്ഞു. ഞാൻ സാധാരണ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും, മാതാവേ എൻ്റെ കൂടെ വരണം, നോക്കിക്കോണം, അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ യാത്ര തുടങ്ങുന്ന സമയത്തും ഞാൻ മാതാവിനോട് പറഞ്ഞു, നീ 2 പിള്ളേരെയും കൊണ്ട് ട്രാവൽ ചെയ്യുവാണ്, ഇത്ര അവറുണ്ട്, കൂടെ ആയിരിക്കണം, ഞങ്ങളെ കാത്തുകൊള്ളണം. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്, പിന്നെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. പക്ഷേ ഞാൻ പിന്നെ നോക്കി ഫ്ലൈറ്റിൻ്റെ നമ്പർ കണ്ടു. പിന്നെ ഞാൻ അവിടുന്ന് ചോദിച്ചിട്ട്, ഇവിടുന്ന് ഒരു മെട്രോയിലൊക്കെ കയറി വേണം അടുത്ത ഗേറ്റിലേക്ക് പോകാൻ. എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ മാതാവിൻ്റെ ലോക്കറ്റിൽ ഇങ്ങനെ പിടിച്ച് ഞാൻ 1-2 പേരോട് ഫോൺ ചോദിച്ചു. അപ്പം വേറെ രാജ്യത്തുനിന്ന് വരുന്നതായതുകൊണ്ടും നമുക്ക് ആരെയും പരിചയമില്ല, ഫോണിന് റേഞ്ച് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ എനിക്ക് ഒരു ഫാമിലി മലയാളികളാണ്, അവർ ഫോൺ തന്നു, ഞാൻ വിളിച്ചു. പക്ഷേ ഹസ്ബൻഡ് ഞങ്ങളെ മിസ്സായതിൽ ഹസ്ബൻഡിന് ഉറപ്പാണ് ഞാൻ ഒരിക്കലും ഗേറ്റ് വരെ എത്തില്ല എന്ന്. കാരണം ഇവർ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഗേറ്റിനെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാറില്ല. അപ്പം ഹസ്ബൻഡ് ഞങ്ങളെ അവിടെ മുഴുവൻ തപ്പി, കാണാത്ത കാരണം അവിടെ ഓഫീസേഴ്സിന് ഇത് കൊടുത്തു. അപ്പോൾ എൻ്റെ ഈ ഫോണില്ലാത്തത് കൊണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഒരു ഇതുമില്ല. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് കൊടുത്തു. അപ്പം ഞാൻ അവിടുന്ന് മെട്രോയിൽ കയറി, ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു, എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഗേറ്റിങ്ങിൽ വന്നു. ഗേറ്റിംഗ് വന്നപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഹസ്ബൻഡ് അവിടെ കാണുമെന്ന്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഞാനിവിടം വരെ ഒറ്റയ്ക്ക് കൊച്ചിനെയും കൊണ്ട് എത്താൻ ഒരു ചാൻസും ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് അവിടെ തപ്പുവാണ്. അപ്പം ഞാൻ ഈ കരയുന്നത് കൊണ്ട് അവരെന്നോട് പറഞ്ഞു, നീ ഒന്ന് റിലാക്സ് ആಗಿ ഇച്ചിരി സമയം ഇരിക്കുക, എനിവേ ഫ്ലൈറ്റിന് ടൈമുണ്ട്, നിങ്ങളെ കൂട്ടാതെ പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി ഇവിടുന്ന് എനിക്ക് വീണ്ടും ഫ്ലൈറ്റ് മിസ്സായിട്ടൊരു ടിക്കറ്റ് എടുക്കാനോ അതിനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്കിത് പ്രാർത്ഥിക്കണം എന്നുണ്ട്, ഇതെൻ്റെ മനസ്സ് മാത്രമാണ്, എനിക്ക് പുറത്തേക്കൊരു വേർഡും വരുന്നില്ല. അവർ ചോദിക്കുന്നതിന് തന്നെ എനിക്ക് മറുപടി അധികം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 40 മിനിറ്റിന് ശേഷം ഹസ്ബൻഡിനെ അവിടുന്ന് അവർ പറഞ്ഞു, ഇവിടുന്ന് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റിങ്കിൽ നോക്ക് മാത്രം ഒരു നിവൃത്തിയുള്ളൂ. അങ്ങനെ ഹസ്ബൻഡും ഇളയ കൊച്ചും വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലൈറ്റൊന്നും മിസ്സാകാതെ അമ്മ മാതാവ് പ്രത്യേകമായി ഞങ്ങളെ കാത്ത് ഒരാപത്തും കൂടാതെ ഇവിടെ വരെ എത്തിച്ചു. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ അവിടെ വരുന്ന രോഗികൾ ഒത്തിരി പ്രായമായി, ഞാൻ ഔട്ട് പേഷ്യൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അപ്പോയിൻമെൻറ്റിനൊക്കെ വരുന്ന പേഷ്യൻസിനെ ഞാൻ പിന്നെ അവർക്ക് നടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ നടന്നു പോകും, അല്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഒത്തിരി ഇതായിട്ട് ആശുപത്രിയിലൊക്കെ കിടക്കുന്ന ഇവിടെ നാട്ടിലൊക്കെ ഉള്ളവർ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യും. പിന്നെ അതുപോലെ ദിവ്യബലി എനിക്ക് എന്നും അവിടെ 1 മണിക്കാണ് കുർബാന. അപ്പം ഞാൻ ലഞ്ച് ബ്രേക്ക് ചിലപ്പം ഇച്ചിരി പെട്ടെന്ന് ക്യുക്കായിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഞാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും.